ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSCB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ഭാഗമാണ്. അപ്പോൾ അതിലത്തെ ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചാനൽ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കൂടാതെ നമ്മുടെ മോർ വീഡിയോസിന് വേണ്ടി പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്, അതൊന്ന് കണ്ടു നോക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്ന ജീവകം ഏത്? രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്ന ജീവകം ഏത്? ഓപ്ഷൻസ്: ജീവകം ബി, ജീവകം കെ, ജീവകം സി, ജീവകം എ എന്നിവയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജീവകം കെ ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം കെ ആണ്. അപ്പോൾ ജീവകങ്ങളെ സംബന്ധിച്ച് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നമുക്ക് ഓടിച്ച് കേട്ടു പോവാം. നന്നായി കേൾക്കുക. എത്രത്തോളം കേൾക്കുന്നു അത്രത്തോളം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഓർമ്മയിലേക്ക് കയറും കേട്ടോ. ജീവകം എന്ന പദം നാമകരണം ചെയ്തത് കാസിമർ ഫങ്ക് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ്. ആരാണ്? കാസിമർ ഫങ്കാണ്. കാസിമർ ഫങ്കാണ് ജീവകം എന്ന പദം നാമകരണം ചെയ്തത്. ഓക്കെ. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് ജീവകം. എന്താണ്? കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് ജീവകം. ആകെ 13 ജീവകങ്ങളാണുള്ളത്. അതിൽ 8 എണ്ണം ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടുന്നവയാണ്. ആകെ 13 ജീവകങ്ങളിൽ 8 എണ്ണം ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടുന്നവയാണ്. ജീവകങ്ങളെ കൊഴുപ്പിൽ ലയിക്കുന്നവ എന്നും ജലത്തിൽ ലയിക്കുന്നവ എന്നിങ്ങനെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്? ജീവകങ്ങളെ കൊഴുപ്പിൽ ലയിക്കുന്നവ പിന്നെ ജലത്തിൽ ലയിക്കുന്നവ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ കൊഴുപ്പിൽ ലയിക്കുന്നവ നമുക്ക് ഓർത്തിരിക്കാൻ കെട എന്ന് പഠിച്ചാൽ മതി കേട്ടോ. കേട, കൊഴുപ്പിൽ ലയിക്കുന്നത് കേടാവും എന്നാലോചിച്ചാലും മതി. കേട, അതായത് KEDA, ADEK എന്നാണ് എഴുതുക. ADEK എന്ന് എഴുതാം. അപ്പോൾ ADEK എന്നാകുമ്പോൾ അത് തിരിച്ചു വായിച്ചാൽ കെട എന്നായില്ലേ. KEDA അങ്ങനെയും വായിക്കാം. അപ്പോൾ ഇതാണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ. മറ്റത് ജലത്തിൽ ലയിക്കുന്നതാണ് ബിയും സിയും. എങ്ങനെ? ജലത്തിൽ ലയിക്കുന്നത് ബിയും സിയും, കൊഴുപ്പിൽ ലയിക്കുന്നത് കെട. കെടാന്ന് വെച്ചാൽ ADEK എന്നാണ് ഓർഡറിൽ എഴുതുമ്പോൾ അത് തിരിച്ചിടുക KEDA, കെട. കൊഴുപ്പിൽ ലയിക്കുന്നത് കേടാവില്ല എന്നോ കേടാവുന്നോ എങ്ങനെ വേണേ ഇപ്പോൾ പഠിച്ചോളൂ. ജലത്തിൽ ലയിക്കുന്നത് ബിയും സിയും ആണെന്ന് പഠിച്ചോളൂ. ഓക്കെ. വൈറ്റമിനുകളുടെ ആധിക്യം മൂലം, അതായത് വൈറ്റമിനുകൾ കൂടുതലായാൽ ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥ എന്താണ്? അതായത് ഹൈപ്പർ വൈറ്റനോമിനോസിസ് എന്നാണ് പറയുക. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ജീവകം എ എന്താണ്? ജീവകം എ കണ്ണിന് വളരെയധികം ആവശ്യമുള്ള ജീവകമാണെന്ത്? ജീവകം എ എന്ന് പറയുന്നത്. ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന ജീവകം ഏതാണ്? ജീവകം എ ആണ്. പാലിൽ സുലഭമായിട്ടുള്ള ജീവകം എ ആണ്. ജീവകം എ എവിടെയാണ് സംഭരിച്ചു വെക്കുന്നത്? കരളിലാണ് സംഭരിച്ചു വെക്കുന്നത്. ജീവകം എ കരളിലാണ് സംഭരിച്ചു വെക്കുന്നത്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? ബീറ്റ കരോട്ടിൻ ആണ് കേട്ടോ. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ബീറ്റ കരോട്ടിൻ ആണ്. അതുകൊണ്ടാണ് ക്യാരറ്റിന് ഓറഞ്ച് നിറത്തിന് കാരണം എന്താണ്? കരോട്ടിൻ ആണ് കേട്ടോ. ക്യാരറ്റിന്റെ ഓറഞ്ച് നിറത്തിന് കാരണം കരോട്ടിൻ ആണ്. ജീവകം എയുടെ സ്രോതസ്, അതായത് ജീവകം എ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെയാണ്? ചീര, മുരിങ്ങയില, ക്യാരറ്റ്, പിന്നെ പാലുൽപ്പന്നങ്ങൾ. ഇതൊക്കെ കഴിച്ചാൽ നമുക്ക് ജീവകം എ കിട്ടും കേട്ടോ. ഓക്കെ. പിന്നെ പ്രതിരോധ കുത്തിവെപ്പിനൊപ്പം കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വിറ്റാമിൻ ഏത്? ഈ വിറ്റാമിൻ എ ആണ് കേട്ടോ. ജീവകം എ ആണ് കേട്ടോ. പ്രതിരോധ കുത്തിവെപ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വിറ്റാമിൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? വിറ്റാമിൻ എ ആണ്. ഈ ക്ലാസ്സോടുകൂടി ജീവകത്തിൽ നിന്ന് നമ്മൾ ഏത് ചോദ്യം വന്നാലും എഴുതുന്ന രീതിയിലേക്ക് ആവണം. നിങ്ങൾ കേട്ടിട്ട് പോകണം. ഇതൊന്ന് ചോദിക്കുകയാണെങ്കിൽ കേട്ടോ, അതിൻ്റെ പുറത്തേക്ക് കടന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടില്ലേ. ഇത് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ച് പോവുക. ജീവകം എന്ന പദം നാമകരണം ചെയ്തത് കാസിഫർ ഫങ്ക് ആണെന്നും കോ എൻസൈം എന്നറിയപ്പെടുന്നത് ജീവകമാണെന്നും ആകെ 13 ജീവകങ്ങളാണ് ഉള്ളതെന്നും അതിൽ 8 എണ്ണം ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടുന്നവയാണെന്നും 2 തരത്തിലാണ് ജീവകങ്ങളെ തരംതിരിക്കുക. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളെന്നും ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളെന്നും. കൊഴുപ്പിൽ ലയിക്കുന്നത് കെട, മറ്റത് BC കേട്ടോ. പിന്നെ ജീവകം എ ആണ് കണ്ണിന് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു. അത് സുലഭമായി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഓർത്തു വെക്കുക. ചീര, മുരിങ്ങയില, ക്യാരറ്റ്, പാലുൽപ്പന്നങ്ങൾ. പ്രതിരോധ കുത്തിവിനൊപ്പം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ജീവകം എ ആണെന്ന് ആലോചിക്കുക. പിന്നെ പോരാത്തതിന് ക്യാരറ്റിന്റെ ഓറഞ്ച് തൊലിക്ക് കാരണം എന്താണ്? കരോട്ടിനാണ് കേട്ടോ. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നതാണ് ബീറ്റ കരോട്ടിൻ എന്നത്. ഓക്കെ. അപ്പൊ ജീവകം ഡിയിലേക്ക് വരികയാണ്. സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് രശ്മികളുടെ സഹായത്തോടെ നമ്മുടെ ത്വക്കിന്റെ പുറത്ത് നിർമ്മിക്കുന്നതാണ് ത്വക്കിൽ നിർമ്മിക്കുന്നതാണ് ജീവകം ഡി. കാൽസിഫെറോൾ എന്നാണ് അതിന്റെ
രാസനാമം കേട്ടോ, കാൽസിഫെറോൾ എന്നാണ്. ഓക്കെ, അപ്പം നമ്മുടെ ജീവകം എയുടെ രാസനാമം എന്താണ്? റെറ്റിനോൾ എന്നാണ്. കണ്ണിനാണല്ലോ പ്രധാനം. കണ്ണിൻ്റെ റെറ്റിന എന്ന് ആലോചിച്ചാൽ മതി. റെറ്റിനോൾ. ജീവകം എയുടെ രാസനാമം റെറ്റിനോൾ എന്നാണ്. റെറ്റിനോൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കണ്ണിൻ്റെ റെറ്റിന, അത് ജീവകം എ കണ്ണിന് ആവശ്യമാണല്ലോ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് വയ്ക്കുക. ജീവകം ഡി സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കുന്നു. ജീവകം ഡി കാൽസിഫെറോൾ എന്നറിയപ്പെടുന്നതാണെന്ത്? ജീവകം ഡി കേട്ടോ, കാൽസിഫെറോൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, ത്വക്കിൽ കാൽസ്യം ഉണ്ട്. കാൽസ്യം വേണം എന്ന് ആലോചിക്കാം. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് കാൽസ്യം വേണമല്ലോ, അതാണ് ജീവകം ഡി. കാരണം എല്ലും പല്ലൊക്കെ വളരണമെങ്കിൽ നല്ലോണം കാൽസ്യം വേണമെന്ന് നമ്മൾ പണ്ടുള്ളവർ പറഞ്ഞ് കേട്ടിട്ടില്ലേ? പച്ചക്കറികളിൽ നിന്നും ഇത് ലഭിക്കുമോ? ഇല്ല. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകമാണ് കേട്ടോ ജീവകം ഡി. പച്ചക്കറികൾ തിന്നുന്നവർക്ക് ജീവകം ഡി ലഭിക്കില്ല എന്നാണ് പറയണത്. ശരീരത്തിൽ ഈ നമ്മുടെ കാൽസ്യത്തിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം ഡി. ഇപ്പം ശരീരത്തിൽ കാൽസ്യം നമുക്ക് ഭക്ഷണത്തിലൂടെ ലഭിച്ചു, പക്ഷേ ജീവകം ഡി ഉണ്ടെങ്കിൽ മാത്രമേ അത് കറക്റ്റായ രീതിയിൽ അബ്സോർബ് ചെയ്യുള്ളൂ, പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ലഭിക്കുള്ളൂ എന്നാണ് പറയണത്. അതാണ് പറയണത്, പച്ചക്കറിയിൽ നിന്ന് ലഭിക്കാത്ത ജീവകമാണ്, ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം ഡി എന്ന് പറയണത് കേട്ടോ. ജീവകം ഡിക്ക് 2 രൂപങ്ങളുണ്ട് എന്ന് പറയുന്നു, അത്ര പ്രധാനപ്പെട്ടതല്ല. ജീവകം ഡിയുടെ സ്രോതസ് നോക്കാം. പാലുൽപ്പന്നങ്ങൾ, മത്സ്യം, മീനെണ്ണ. അപ്പോൾ ഈ ജീവകം ഡി പച്ചക്കറികൾ മാത്രം കഴിക്കണവർക്ക് പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ മീനെണ്ണ ഗുളിക കഴിക്കാൻ പറയും കേട്ടോ. മീനെണ്ണ ഗുളിക എടുക്കാൻ പറയും. രാത്രിയൊക്കെ ഭക്ഷണശേഷമൊക്കെ കഴിക്കാൻ പറയും. അത് ജീവകം ഡി കിട്ടാനാണ്. ഓക്കെ, പിന്നെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് വിറ്റാമിൻ ഡി, അതായത് ജീവകം ഡി ആണ് കേട്ടോ. ഓർത്തു വെക്കുക, ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ് കേട്ടോ, അതായത് ജീവകം ഡി ആണ്. ഓക്കെ, ഇനി നമ്മൾ ജീവകം ഇയിലേക്ക് കടന്നാൽ എന്താ ഉണ്ടാവുക? ഹോർമോണായി കണക്കാക്കുന്ന ജീവകമാണ് ജീവകം ഈ ഹോർമോണാണ്. എന്താണ്? ഹോർമോണാണ്. ഹോർമോൺ എഴുതുമ്പോൾ തന്നെ ഉണ്ട് അല്ലേ? ഓക്കെ, പ്രത്യുൽപാദന വ്യവസ്ഥയ്ക്ക് ശരിയായ പ്രവർത്തിക്കാൻ എന്താവശ്യമുണ്ട്? ഈ ജീവകം ആവശ്യമുണ്ട് കേട്ടോ. ജീവകം എന്താണ്? പ്രത്യുൽപാദന വ്യവസ്ഥയ്ക്ക് പ്രത്യുൽപാദന വ്യവസ്ഥയെ സഹായിക്കുന്നതാണ് ജീവകം ഇ. ജീവകം ഇയുടെ രാസനാമം ടോക്കോഫെറോൾ എന്നാണ് കേട്ടോ. ടോക്കോഫെറോൾ എന്നാണ്. ഇപ്പം ജീവകം ഡിയുടെ നമ്മൾ പഠിച്ചു കാൽസിഫെറോൾ. ജീവകം ഇയുടെ എന്താണ്? ടോക്കോഫെറോൾ എന്നാണ്. ടോക്കോഫെറോൾ. അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്യാം? ജീവകം ഈ ഹോർമോണാണല്ലോ, ഹോർമോണിൻ്റെ കണക്കാക്കുന്ന ജീവകമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോക്കോഫെറോൾ, ഈ ഹോർമോൺ കൂടുതലുള്ള ഒരു ടോക്ക് ചെയ്യുമെന്ന് ആലോചിച്ചാൽ മതി. ടോക്കോഫെറോൾ. ഒരുപാട് സംസാരിക്കുന്നവരാവുന്നു, ടോക്ക് ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുക. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. ടോക്കോഫെറോൾ അതാണ് എന്ത്? ജീവകം ഈ ഹോർമോണായി കണക്കാക്കുന്നു. പ്രത്യുൽപാദന വ്യവസ്ഥയ്ക്ക് ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമാണ്. ഓക്കെ, പിന്നെ ഹൃദയത്തെ സംരക്ഷിക്കുന്നുണ്ട് കേട്ടോ ജീവകം ഈ. ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും ഹൃദയത്തിനെ സംരക്ഷിക്കുന്നതും ജീവകം ഇ ആണ്. ജീവകം ഇയുടെ സ്രോതസ് എങ്ങനെയാണെന്ന് വെച്ചാൽ സസ്യ എണ്ണകൾ, അതുപോലെ തന്നെ കടല, കുതിർത്ത കടല. ഓക്കെ, ജീവകം ഇയുടെ പിന്നെ ഭക്ഷണ സ്രോതസ്സുകളാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ജീവകം കെ നോക്കാം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. ജീവകം കെ ടോക്കോഫെറോൾ എന്നാണ് അറിയപ്പെടുക കേട്ടോ. ജീവകം ഇ ആണ് ടോക്കോഫെറോൾ. ജീവകം കെ ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത് കേട്ടോ. ജീവകം കെനെ കുറിച്ചിട്ട് പറയുന്നുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. ജീവകം കെ പറയണത് ഫില്ലോക്വിനോൺ എന്നാണ് കേട്ടോ. എന്താണ്? ഫില്ലോക്വിനോൺ. ജീവകം ഇ ആയിരുന്നു ടോക്കോഫെറോള്. അതെങ്ങനെ കണക്ട് ചെയ്യാം? കെ ഫില്ലോക്വിനോൺ ആണ്. കെ എന്ന് പറയുമ്പോൾ ക്വിനോൺ ഉണ്ടല്ലോ, അതിൽ കെയിൽ ഒരു ക്വിനോൺ ഉണ്ടല്ലോ, അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഫില്ലോക്വിനോൺ, അതായത് കെ ഉണ്ട് അതിൽ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് കെ ഉണ്ട്, അതുകൊണ്ടാണ് രക്തം കട്ട പിടിക്കുന്നതിലും കെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഫില്ലോക്വിനോണിലും കെ ഉണ്ട്, ജീവകം കെയിൽ കെ ഉണ്ട്. ഓക്കെ, ജീവകം കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു പ്രോത്രോംബിനാണ്. എന്താണ്? പ്രോത്രോംബിൻ. പിന്നെ അതുപോലെ തന്നെ ക്യാബേജിലുണ്ട്, കോളിഫ്ലവറിലുണ്ട്, മുട്ട, മത്സ്യം, മാംസം, ഇതിലൊക്കെ എന്തുണ്ട്? ജീവകം കെ ഉണ്ട് കേട്ടോ. ക്യാബേജ്, കോളിഫ്ലവർ, മുട്ട, മത്സ്യം, മാംസം, അങ്ങനെ കുറേ സംഭവത്തിലുണ്ട്. ജീവകം ബി, ഇനി ബിയും സിയും ആണ് നമുക്ക് നോക്കാനുള്ളത്. ജീവകം ബിയും സിയും ആണ്. തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം B1. പിന്നെ അമിത മദ്യപാനികൾക്ക് നൽകുന്ന ജീവകമാണ് തയാമിൻ B1 കേട്ടോ. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്നത് റൈബോഫ്ലാവിൻ B2, അതായത് B1 ഉണ്ട്, B2 ഉണ്ട്, B3 ഉണ്ട്, B5 ഉണ്ട്, B6, B7, B9,
B12. അങ്ങനെ ഇത്രയാണ് എന്തുള്ളത്, ബിയിൽ ഒരുപാട് എണ്ണം വെറൈറ്റികൾ ഉണ്ട് കേട്ടോ. നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ പാലിൽ നിന്ന് നശിച്ചു പോകുന്നതാണ് റൈബോഫ്ലാവിൻ കേട്ടോ. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകമാണ്. പിന്നെ നേരിട്ട് സൂര്യപ്രകാശത്തിൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ കൂടിയാണ് എന്ത്, റൈബോഫ്ലാവിൻ എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന ജീവകമാണ് വൈറ്റമിൻ B2. ഓക്കെ, വൈറ്റമിൻ B2 രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ജീവകം B9 വേണം. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം B12 എന്നത് കേട്ടോ. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നത് ജീവകം B12 ആണ്. ശരീരത്തിൽ കൊബാൾട്ടിൻ്റെ പ്രധാന ധർമ്മം ഇരുമ്പിനെ ആഗിരണം ചെയ്യുക എന്നതാണ്. അതായത് ഈ ഇരുമ്പിനെ ആഗിരണം ചെയ്യുന്നതാണ് കൊബാൾട്ട് എന്നത്. ഓക്കെ, ജീവകം C നോക്കാം. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് ജീവകം C. ജീവകം C എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് അസ്കോർബിക് ആസിഡ് എന്നാണ് കേട്ടോ. അസ്കോർബിക് ആസിഡ് എന്നാണ് എന്ത്, ജീവകം സിയുടെ പേരെന്താണ്, അസ്കോർബിക് ആസിഡ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം ജീവകം C ആണ്. ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും, ജീവകം C നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പറയണത്. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ നമുക്ക് ധാരാളം ജീവകം C ലഭിക്കും കേട്ടോ. പിന്നെ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രത്തിലൂടെയൊക്കെ വിസർജിക്കപ്പെടുന്നത് ഈ ജീവകം C ആണ്. മുറിവൊക്കെ ഉണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ഈ ഒരു ജീവകം C ഇല്ലെങ്കിൽ കുറേ നാൾ കഴിയും മുറിവ് ഉണങ്ങാൻ. ജലദോഷത്തിന് നല്ലൊരു ഔഷധമാണ് ജീവകം C. രോഗപ്രതിരോധ ശക്തിക്ക് വളരെ ആവശ്യമാണ് ജീവകം C എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജീവകം സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന പ്രധാന രോഗമാണ് സ്കർവി. സ്കർവി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് എന്ത്, സ്കർവി കേട്ടോ. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം C എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പിന്നെ പ്രധാനപ്പെട്ട ഈ ജീവകത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്, വിറ്റാമിൻ C ആണ്. സൺഷൈൻ വിറ്റാമിൻ, വിറ്റാമിൻ D. ആൻറ്റി റാക്കറ്റിക് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് എന്താണ്, വിറ്റാമിൻ D ആണ് കേട്ടോ. സ്റ്റീറോയിഡ് വിറ്റാമിൻ വിറ്റാമിൻ D ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ E ആണ്. ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ E ആണ്. ഹോർമോൺ വൈറ്റമിൻ വൈറ്റമിൻ E ആണ്. കൊയാഗുലേഷൻ വൈറ്റമിൻ വൈറ്റമിൻ K ആണ്. ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ B3 ആണ് കേട്ടോ. ആൻറ്റി പെല്ലഗ്ര എന്ന് പറയുന്നത് വൈറ്റമിൻ B3 ആണ്. അപ്പോൾ നിങ്ങൾക്ക് കേട്ട് വെക്കുക കേട്ടോ. നിങ്ങൾക്ക് പറ്റുവെച്ചാൽ നോട്ട് എഴുതി വെക്കുക, ബാക്കിയുള്ളവർ കേട്ട് 1-2 പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്ക് ഇത്തിരിയൊക്കെ ഒരു ഓർമ്മ വരും. ഇതുമായി ബന്ധപ്പെട്ട അപര്യാപ്തത രോഗങ്ങളൂടി, നമ്മൾ എന്തായാലും ഈ ഭാഗത്തേക്ക് വന്നതല്ലേ, അപ്പോൾ നമ്മൾ ഇനി ചിലപ്പോൾ സമയം ഉണ്ടായില്ലെങ്കിലോ വരാൻ അപര്യാപ്തത രോഗങ്ങളൂടി ഒന്ന് പറഞ്ഞിട്ട് പോവാം. ജീവകം എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത അല്ലെങ്കിൽ സീറോ ഓഫ് താൽമിയ എന്ന് പറയും. നിശാന്തത അല്ലെങ്കിൽ സീറോ ഓഫ് താൽമിയ എന്ന് പറയും. ജീവകം B1ൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറി. എന്താണ് ബെറി B1. B3യുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് പെല്ലഗ്ര എന്നറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നതാണ് എന്ത്, ജീവകം B3 കേട്ടോ. ജീവകം B9 വിളർച്ചയുണ്ടാവും. അതുപോലെ തന്നെ മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു അവസ്ഥ. ജീവകം B12 ആണ് പെർനീഷ്യസ് അനീമിയ. 2 തരത്തിലുള്ള അനീമിയാണ്, ഒന്ന് മെഗലോബ്ലാസ്റ്റിക് അനീമിയ, പിന്നെ ഒന്ന് പെർനീഷ്യസ് അനീമിയ. ഈ മെഗലോബ്ലാസ്റ്റിക് അനീമിയും വിളർച്ച, രക്തമില്ലായ്മയൊക്കെ B9 കാരണമാണ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, ജീവകം സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന സ്കർവിയാണ്. ജീവകം ഡിയുടെ അപര്യാപ്തത മൂലമാണ് റിക്കറ്റ്സ് ഒക്കെ ഉണ്ടാവുക കേട്ടോ. ഓക്കെ, ജീവകം ഇയുടെ അപര്യാപ്തത മൂലമാണ് വന്ധ്യത, കുഞ്ഞുങ്ങളുണ്ടാവാതിരിക്കുക. ജീവകം K അമിതമായ രക്തസ്രാവം ഉണ്ടാവും. നമ്മൾ പറഞ്ഞല്ലോ, ജീവകം K കുറവുള്ളവർക്ക് രക്തസ്രാവം അമിതമായിട്ടുണ്ടാവും, കാരണം കട്ട പിടിക്കില്ല. ജീവകം K ഉണ്ടായാലല്ലേ കട്ട പിടിക്കുള്ളൂ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ജീവകവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു പ്രധാന റാബി വിള ഏത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: നിലക്കടല, നെല്ല്, റാഗി, ഗോതമ്പ്. ഓക്കെ, അപ്പോൾ ഉത്തരം ഏതാണ്? ഗോതമ്പാണ് കേട്ടോ, റാബി വിള. അപ്പോൾ ഏതൊക്കെയാണ് റാബി വിള എന്ന് നോക്കാം നമുക്ക്. കാർഷിക കാലങ്ങളിൽ പ്രധാനപ്പെട്ട 3 കാർഷിക കാലങ്ങളാണുള്ളത്. ഖാരിഫ്, റാബി, സെയ്ദ് എന്നറിയപ്പെട്ടു കേട്ടോ. ഖാരിഫ് വിളകൾ, റാബി വിളകൾ, സെയ്ദ് വിളകൾ. ഓക്കെ, അപ്പോൾ ഈ ഖാരിഫ് വിളകൾ ഇറക്കുന്നത് ഏത് കാലത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ, അതായത് മൺസൂണിൻ്റെ ആരംഭകാലത്താണ് ഖാരിഫ് കാർഷിക കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വിളവെടുപ്പ് കാലം എങ്ങനെയാണ്? നവംബർ ആദ്യവാരം, അതായത് മൺസൂൺ അവസാനിക്കുമ്പോഴേക്കും അവർ വിളവെടുപ്പ് കാലം ആയിരിക്കും കേട്ടോ. പിന്നെ റാബി നോക്കുകയാണെങ്കിൽ നവംബർ മധ്യം, അതായത് ശൈത്യകാലം ഇങ്ങനെ ആരംഭിച്ച് നവംബർ മധ്യത്തോടു കൂടി മാർച്ച് വേനലിൻ്റെ
തുടങ്ങുമ്പോൾ തന്നെ, മാർച്ച് മാസം തുടങ്ങുമ്പോൾ തന്നെ, അതായത് വേനൽ കനക്കുമ്പോഴേക്കും എന്ത് ചെയ്യും, അവരുടെ വിളവെടുപ്പ് കാലം അവസാനിക്കും. ഓക്കെ, സയ്യിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് വേനലിൻ്റെ ആരംഭത്തിൽ തുടങ്ങി മൺസൂണിൻ്റെ ആരംഭമാകുമ്പോഴേക്കും കൃഷി കഴിയും. അതായത് മാർച്ച് ടു ജൂൺ ആണ് കേട്ടോ. ഓക്കെ, മൺസൂണിൻ്റെ ആരംഭത്തോടു കൂടിയിട്ട് കൃഷി ഇറക്കി മൺസൂണിൻ്റെ അവസാനത്തോടു കൂടി വിളവെടുക്കുന്ന കാർഷിക കാലമാണ് ഖാരിഫ് എന്ന് പറയും. എന്താണ്? മൺസൂണിൻ്റെ ആരംഭത്തോടു കൂടി കൃഷി ഇറക്കി മൺസൂണിൻ്റെ അവസാനത്തോടു കൂടി തന്നെ കാർഷികം വിളവെടുക്കുക, അതാണ് ഖാരിഫ് കാലം എന്ന് പറഞ്ഞാൽ. ശൈത്യകാലത്തിൻ്റെ ആരംഭത്തോടു കൂടി വിളവിറക്കുകയും വേനലിൻ്റെ ആരംഭത്തോടു കൂടി വിളവെടുക്കുകയും ചെയ്യുന്നതാണ് റാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേനലിൻ്റെ ആരംഭത്തോടു കൂടി വിളവിറക്കുകയും മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളവെടുക്കുകയും ചെയ്യുന്നതാണ് സയ്യിദ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ പ്രധാന ഖാരിഫ് വിളകൾ ഏതെല്ലാം? നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല എന്നിവയാണ് പ്രധാന ഖാരിഫ് വിളകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന നെല്ല്, നിലക്കടല, ഇതൊക്കെ എന്താണ്? നെല്ലും നിലക്കടലയൊക്കെ എന്താണ്? ഖാരിഫ് വിളയാണ് കേട്ടോ. നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, തിനവിളയിൽ പെട്ടതാണ് റാഗി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിനവിളകളാണ് കേട്ടോ. ചെറിയതില്ലേ തിനവിളകൾ, ചെറിയ ചെറിയ വിളകൾ. ചണം, കരിമ്പ്, നിലക്കടല എന്നിവയൊക്കെ എന്താണ്? പ്രധാന ഖാരിഫ് വിളകളാണ്. അപ്പോൾ റാഗി എന്താണ്? ഖാരിഫ് വിളയാണ് കേട്ടോ. റാബി വിള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ എന്നിവയാണ്. ഏതാണ് റാബി വിളകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ, റാബി കേട്ടോ, റാബി വിളകൾ. അപ്പോൾ ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സയ്യിദ് വിളകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് സയ്യിദ് വിളകളിൽ പ്രധാനമായിട്ട് കടന്നു വരുന്നത്. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് പ്രധാനപ്പെട്ടതാണ്. ദേശീയ കർഷക ദിനം എന്നാണ് ആചരിക്കുന്നത്? ഡിസംബർ 23-നാണ് കേട്ടോ. ദേശീയ കർഷക ദിനം ആചരിക്കുന്നത് ഡിസംബർ 23-നാണ്. നമ്മുടെ ചരൺ സിംഗിൻ്റെ ജന്മദിനമാണ് ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടത്, അതായത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം ഏതാണ്? നെല്ലാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയുടെ മുഖ്യ ഭക്ഷ്യവിള എന്ന് പറയപ്പെടുന്നത് എന്താണ്? നെല്ലാണ്. ഒറൈസ സറ്റൈവ എന്നാണ് നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് കൃഷി ചെയ്യുവാൻ ഏതാണ് ഊഷ്മാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 ഡിഗ്രി സെൽഷ്യസിനും 27 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് ഏറ്റവും നല്ല ഊഷ്മാവ് എന്നാണ് പറയുന്നത്. പിന്നെ നെല്ല് ചെടി അമോണിയേനെ നേരിട്ട് ആഗിരണം ചെയ്യുന്ന ചെടിയാണ് എന്ത്? നെല്ല് ചെടി കേട്ടോ. ഓക്കെ, അത് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാവും. നെല്ലിന് ഏറ്റവും നല്ല മണ്ണ് എന്താണ്? എക്കൽ മണ്ണാണ് കേട്ടോ. ഉയർന്ന താപനില വേണം, ധാരാളം മഴ വേണം, അതായത് 150 സെൻറ്റിമീറ്റർ കൂടുതൽ മഴ വേണം. മഴ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യം വേണം നെൽകൃഷി ചെയ്തു വരണമെങ്കിൽ മാത്രമേ വിളവ് നല്ല രീതിയിൽ വിളവുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം നെൽകൃഷി ചെയ്യാൻ അനുയോജ്യമായ ഊഷ്മാവ് ഏതാണ്? 20 ഡിഗ്രി സെൽഷ്യസ് ടു 27 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഓക്കെ, പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി കൂടുതലായിട്ട് കാണപ്പെടുന്നത് നെൽകൃഷി നദീതടങ്ങളിലും തീര സമതലങ്ങളിലൊക്കെയാണ്. പിന്നെ അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഫിലിപ്പീൻസിലെ മനിലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെ? അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം ഫിലിപ്പീൻസിലെ മനിലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം നമ്മുടെ ഒഡീഷയിലെ കട്ടക്കിലാണ് കേട്ടോ കേന്ദ്രം. കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ പട്ടാമ്പി, മങ്കൊമ്പ്, കായംകുളം, വൈറ്റില. എങ്ങനെ സംഭവം? കേരളത്തിൽ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? പട്ടാമ്പി, മങ്കൊമ്പ്, കായംകുളം, വൈറ്റില എന്നിവയാണ്. ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് പഞ്ചാബ്. തെക്കേ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് തഞ്ചാവൂരാണ് കേട്ടോ. നമ്മുടെ കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് എവിടെയാണ്? കുട്ടനാടാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഗോതമ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഗോതമ്പാണ് ഭക്ഷ്യവിളകളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 2ാം സ്ഥാനത്തുള്ളത് ഗോതമ്പാണ്. ഗോതമ്പ് കൃഷിക്കും നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഉപയോഗിക്കുക. ഓക്കെ, മിതോഷ്ണ മേഖലയിലാണ് ഈ ഗോതമ്പ് കൂടുതൽ കൃഷി ചെയ്യുക. മിതോഷ്ണ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ആവശ്യമാണ് കേട്ടോ, 2 കാലാവസ്ഥയും വേണം. പിന്നെ ഗോതമ്പ് കൃഷി ഏറ്റവും കൂടുതൽ ഗംഗാ സമതലത്തിലാണ്. ഗംഗയും സത്ലജും ഒക്കെ കറുത്ത മണ്ണ് പ്രദേശത്താണ് ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ ചോളവുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ഉഷ്ണകാലത്തും പിന്നെ അതുപോലെ തണുപ്പ് കാലത്തും 2 കാലത്തും കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിളയാണ് ചോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചോളം എവിടേക്കാണ് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ മധ്യപ്രദേശ്, കർണാടക, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് ഒക്കെയാണ് പിന്നെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നാണ്യവിളകൾ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ പരുത്തി ഒരു നാണ്യവിളയാണ് കേട്ടോ. നാണ്യവിളയ്ക്ക് ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ പരുത്തി. പിന്നെ അതുപോലെ തന്നെ ചണം നാണ്യവിളയാണ്. പിന്നെ അതുപോലെ തന്നെ തേയില ഒരു നാണ്യവിളയാണ് കേട്ടോ. സുവർണ്ണ നാര് എന്നറിയപ്പെടുന്ന ഉൽപ്പന്നം എന്താണ്? ചണം
ചണമാണ് കേട്ടോ. സുവർണ്ണനാര്, ഗോൾഡൻ ഫൈബർ എന്നൊക്കെ അറിയപ്പെടുന്ന നാണ്യവിള ചണമാണ്. എന്നാൽ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് കേട്ടോ. ഓക്കെ, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണ്. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരുവിളയാണ് പരുത്തി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നത് ഗുജറാത്തിലാണ്. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന എവിടെയാണ്? പാലക്കാടിലെ ചിറ്റൂരാണ്. അവിടെ ധാരാളം കറുത്ത മണ്ണ് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാണ് പാലക്കാടിലെ ചിറ്റൂർ എന്ന് പറഞ്ഞത്. ലോകത്തിൽ തന്നെ ചണം, അതായത് ജൂട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ ഇന്ത്യ കേട്ടോ. ഓക്കെ, പിന്നെ പശ്ചിമ ബംഗാളിലെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ പശ്ചിമ ബംഗാളിലാണ്. ചണം കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം തന്നെയാണ് പശ്ചിമ ബംഗാൾ. പിന്നെ കുറച്ച് ഒഡീഷയിലും കുറച്ച് ആസാമിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. സുവർണ്ണ നാരിൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ ചണമാണെന്ന് പറഞ്ഞു. തേയിലയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രധാന പാനീയ വിളയാണ് എന്ത്? തേയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അസമാണ് കേട്ടോ. അസമാണേ. ഓക്കെ, തേയില നമ്മുടെ കേരളത്തിൽ ഏതൊക്കെ ജില്ലയിലാണ് കൃഷി ചെയ്യുന്നത്? ഇടുക്കിയിലും വയനാട്ടിലും ധാരാളമായിട്ട് തേയില കൃഷി വ്യാപകമായി ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പ്രധാനമായിട്ട് ഈ തേയിലയെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ് 1800, അത് PSCയിൽ ജനറൽ PSCയിൽ ചോദിക്കാറുള്ളതാണ്. 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിൻ്റെ ഫലമായി കേരളവർമ്മ ജോൺ മൺറോയ്ക്ക് പാട്ടത്തിന് കൊടുത്ത സ്ഥലമാണ് കേട്ടോ മൂന്നാറിലെ കണ്ണൻ ദേവൻ കുന്നുകൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. നമുക്ക് CSEBക്ക് അതൊന്നും ചോദിച്ചൊന്നും കാണാറില്ല. ഞാൻ തേയില കൃഷി ചെയ്യുന്ന ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ കാപ്പിയാണ്. കാപ്പി ഒരു പ്രധാന ഉഷ്ണമേഖല പാനീയ വിളയാണ്. കേരളത്തിൽ കാപ്പി കൃഷിയുണ്ട്. ഓക്കെ, കേരളത്തിൽ കാപ്പി കൃഷിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിൽ കാപ്പി ഉൽപ്പാദനത്തിൽ മുമ്പിൽ നിൽക്കുന്നത് കർണാടകയാണ് കേട്ടോ. കർണാടകയുടെ കോഫി ലാൻഡ് ചിക്കമംഗ്ലൂർ കാപ്പി എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള കാപ്പികളുണ്ട്. അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ തെങ്ങ്. ലോക നാളികേര ദിനം എന്നാണ്? സെപ്റ്റംബർ 2. ഓക്കെ, തെങ്ങ് നടേണ്ട അകലം 7.5 മീറ്റർ ഇൻറ്റു 7.5 മീറ്റർ ഇൻറ്റു 7.5 മീറ്ററിലാണ്. T/D അറിയുണ്ടാവും. കാസർഗോഡിലെ തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വികസിപ്പിച്ച തെങ്ങിൻ തൈകളാണ് എന്ത്? T/D, D/T എന്നവ. ഓക്കെ, പിന്നെ ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ, മലയൻ ഡ്വാർഫ്, കൊച്ചിൻ ചൈന, ഇതൊക്കെ എന്താണ്? തെങ്ങിനാണ്. പലതരത്തിലുള്ള തെങ്ങാണ് കേട്ടോ. പലതരത്തിലുള്ള തെങ്ങിൻ്റെ ഇതാണ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ, മലയൻ ഡ്വാർഫ്, അതൊരു കുള്ളൻ തെങ്ങാണ്. കൊച്ചിൻ ചൈന എന്നൊക്കെ അറിയുന്നത് കേട്ടോ. ഓക്കെ, കേരളത്തിലെ നാളികേര ഉൽപ്പാദനത്തിന് മുമ്പിൽ നിൽക്കുന്ന ജില്ല കോഴിക്കോട് ജില്ലയാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയുണ്ട് കേട്ടോ. കേരളത്തിലെ നാളികേര ഉൽപ്പാദനത്തിന് മുന്നിൽ നിൽക്കുന്ന ജില്ല കോഴിക്കോട് ജില്ലയാണ്. നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ്. നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരമാണ്, തിരുവനന്തപുരം. ഓക്കെ, കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കായംകുളം, ആലപ്പുഴ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കറിയുപ്പിൻ്റെ രാസനാമം എന്ത്? ഓപ്ഷൻസ് നോക്കാം. സോഡിയം ക്ലോറൈഡ്, സോഡിയം തയോസൾഫേറ്റ്, സോഡിയം കാർബണേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്. അപ്പോൾ കറിയുപ്പിൻ്റെ രാസനാമം എന്താണ്? സോഡിയം ക്ലോറൈഡാണ്. കറിയുപ്പിൻ്റെ രാസനാമം സോഡിയം ക്ലോറൈഡാണ്. പ്രധാനപ്പെട്ട രാസനാമങ്ങൾ നോക്കാം. അതായത് ഗലീന, ലെഡ് സൾഫൈഡാണ് ഗലീന എന്നറിയപ്പെടുന്ന ലെഡ് സൾഫൈഡാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ തുരിശ് എന്നറിയപ്പെടുന്നത് കോപ്പർ സൾഫേറ്റാണ്. തുരുമ്പ്, ഹൈഡ്രേറ്റഡ് അയേൺ ഓക്സൈഡാണ് തുരുമ്പ് എന്നറിയപ്പെടുന്നത്. ക്ലാവ് എന്നൊക്കെ അറിയപ്പെടാറുള്ളത് ബേസിക് കോപ്പർ കാർബണേറ്റ് ആണ് കേട്ടോ. ക്ലാവ് പിടിച്ചു എന്നൊക്കെ കേൾക്കാറില്ലേ? കിണ്ടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ബേസിക് കോപ്പർ കാർബണേറ്റ് ആണ് ക്ലാവ് എന്നറിയപ്പെടുന്നത്. ബ്ലൂ വിട്രിയോൾ അഥവാ തുരിശ് എന്നറിയപ്പെടുന്നത് കോപ്പർ സൾഫേറ്റ് ആണ്, CuSO4. വൈറ്റ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫേറ്റ് ആണ്. ഗ്രീൻ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് ഫെറസ് സൾഫേറ്റ് ആണ്. എപ്സം സാൾട്ട് എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. ഓക്കെ, പിന്നെ ചൈനീസ് വൈറ്റ്, അതായത് ഫിലോസഫേഴ്സ് വൂൾ എന്നൊക്കെ അറിയപ്പെടാറ് സിങ്ക് ഓക്സൈഡ് ആണ് കേട്ടോ. സിങ്ക് ഓക്സൈഡ് ആണ്. പിന്നെ ഗലീന നമ്മൾ പറഞ്ഞു ലെഡ് സൾഫേറ്റ് ആണ്. ലിത്താർജ് ലെഡ് മോണോക്സൈഡ് ആണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ, അതായത് ഈ ഭാഗമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കറുത്തീയം എന്നറിയപ്പെടുന്നത് ലെഡാണ്. വെളുത്തീയം എന്നറിയപ്പെടുന്നത് ടിന്നാണ്.
അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇരുമ്പാണ്. ചന്ദ്രോപരിതലത്തിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏതാണ്? ടൈറ്റാനിയമാണ്. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം. അത്ഭുത ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ്. വിമാനത്തിൻ്റെ എഞ്ചിനൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ടൈറ്റാനിയമാണ് കേട്ടോ. പിന്നെ മനുഷ്യന് ഏറ്റവും ഹാനികരമായ ലോഹമാണ് ലെഡ്. ലെഡ് നമ്മുടെ വൃക്കയെ ബാധിക്കുന്നതാണ് പറയുന്നത്. ലെഡ് വിഷാംശം ബാധിക്കുന്ന ശരീരഭാഗമാണ് വൃക്ക. ഓക്കെ, അപ്പം അത് പ്രധാനമാണ്. ഈ സിന്ദൂരമൊക്കെ ചുവന്ന വർണ്ണത്തിലാവാൻ ട്രൈലെഡ് ടെട്രോക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ട്രൈലെഡ് ടെട്രോക്സൈഡ് പറയാൻ കിട്ടുന്നില്ല. ട്രൈലെഡ് എന്നാണ് സംഭവം കേട്ടോ. സിന്ദൂരത്തിൽ അടങ്ങിയിരിക്കുന്നത് നമുക്കറിയാം. ഇത്രയും വലിയ വർണ്ണവസ്തു ഉപയോഗിച്ചിട്ടാണ് സിന്ദൂരം ഇങ്ങനെ ചുവപ്പിക്കണമെന്നല്ലേ. റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത് ആസ്ബറ്റോസ് ആണ്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെടിമരുന്ന് കത്തുമ്പോൾ ഓറഞ്ച് നിറം ലഭിക്കാൻ കാൽസ്യമാണ് ഉപയോഗിക്കുന്നത്. ചുവപ്പ് നിറത്തിനാണെങ്കിൽ സ്ട്രോൺഷ്യം, പച്ച നിറത്തിനാണെങ്കിൽ ബേരിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? അലുമിനിയാണ് കേട്ടോ. ജിപ്സം എന്ന് പറഞ്ഞത് ഏത് ലോഹത്തിൻ്റെ ധാതുവാണെന്നറിയോ? കാൽസ്യത്തിൻ്റെ ധാതുവാണ് കേട്ടോ ജിപ്സം എന്നത്. ഓക്കെ, ഈ ജിപ്സത്തെ 125 ഡിഗ്രി ചൂടാക്കുമ്പോഴാണ് നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ലഭിക്കുക. നമ്മൾ പ്രതിമകളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതില്ലേ പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഓക്കെ, പിന്നെ വിനാഗിരിയിൽ ലയിക്കുന്ന ഒരു രത്നം ഉണ്ട് കേട്ടോ. ഏത് രത്നമാണെന്നറിയാം? പവിഴം വിനാഗിരിയിൽ ലയിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതൊക്കെ നമുക്കറിയാത്ത ഫാക്റ്റുകളാണ്. അത് ചോദിക്കൊന്നുമില്ല, കണ്ടപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, സിമൻറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു ഏതാണ്? ചുണ്ണാമ്പുകല്ലാണ് കേട്ടോ. ലൈം സ്റ്റോൺ ആണ്. സിമൻറ്റ് നിർമ്മാണത്തിൽ ഊഷ്മാവ് 1500 ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ ഉപയോഗിക്കുക. സിമൻറ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പദാർത്ഥം കാൽസ്യം ഓക്സൈഡാണ് കേട്ടോ. കാൽസ്യം ഓക്സൈഡാണ്. പിന്നെ ചോദിക്കാറുള്ളതാണ് ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്നത് എന്താണെന്ന്. കാർബൺ ഡൈ ഓക്സൈഡാണ് കേട്ടോ. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ചുണ്ണാമ്പുകല്ലും കക്കയൊക്കെ ചൂടാക്കുമ്പോൾ ഏത് വാതകമാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡാണ് ഉണ്ടാവുക കേട്ടോ. ചുണ്ണാമ്പുകല്ല്, കക്ക എന്നിവ ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ജലത്തിൻ്റെ കാഠിന്യം മാറ്റാൻ ഉപയോഗിക്കുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡാണ്. പിന്നെ അതുപോലെ തന്നെ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? മഗ്നീഷ്യമാണ് കേട്ടോ. രാസസൂര്യൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? മഗ്നീഷ്യം. രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യമാണ്. ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് കേട്ടോ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ രാസസൂര്യൻ എന്നറിയപ്പെടുന്നതും ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്നതുമായ ലോഹമാണ് മഗ്നീഷ്യം. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടാറുണ്ട്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ മറ്റൊരു പേരാണ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്നത്. പിന്നെ നമ്മുടെ അലുമിനിയം ആദ്യമായിട്ട് വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആരാന്നറിയോ? ഹാൻസ് ഈർസ്റ്റഡ് ആണ് കേട്ടോ. ഒരു വ്യാവസായിക പ്രക്രിയയായിരുന്നു ഹാൾ ഹെറൗൾട്ട് പ്രക്രിയ. ഏതാണ്? അലുമിനിയത്തിൻ്റെ വ്യാവസായികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയെ പറയുന്ന പേരാണെന്ത്? ഹാൾ ഹെറൗൾട്ട് പ്രക്രിയ എന്ന് പറയണത് കേട്ടോ. അലുമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ് കേട്ടോ. അലുമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിരാണ് ബോക്സൈറ്റ്. ആഹാരപദാർത്ഥം പൊതിഞ്ഞ് സൂക്ഷിക്കാനൊക്കെ നമ്മൾ റാപ്പർ ഉപയോഗിക്കില്ലേ, അത് അലുമിനിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിട്ടുള്ളത് അലുമിനിയാണ്. സീഡുകൾ നിർമ്മിക്കാൻ അലുമിനിയം ഉപയോഗിക്കാറുണ്ട്. ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന ലോഹം ഏതാണ് വെച്ചാൽ അലുമിനിയം. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന ലോഹം ഏതാണ്? അലുമിനിയമാണ്. ഓക്കെ, പിന്നെ കളിമണ്ണിൽ ധാരാളം അടങ്ങിയിട്ടുള്ള ലോഹമാണ് കേട്ടോ അലുമിനിയം. കളിമണ്ണിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ താപം കടത്തിവിടുന്നു എന്നാൽ വൈദ്യുതി കടത്തിവിടാക്കുന്ന ധാതുവാണ് മൈക്ക. അലുമിനിയം സിലിക്കേറ്റുകളാണ് കേട്ടോ. പ്രകൃതിയിലുള്ള അലുമിനിയം സിലിക്കേറ്റുകൾ അറിയപ്പെടുന്നതാണ് ഈ മൈക്ക എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് താപം കടത്തിവിടുന്നു എന്നാൽ വൈദ്യുതിയെ കടത്തിവിടില്ല, അതാണ് പറയുന്നത് മൈക്ക എന്ന്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നിത്യജീവിതത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ലോഹം ഏതാണെന്ന് അറിയോ? ഇരുമ്പാണ് കേട്ടോ. പ്രകൃതിയിൽ ഒരിക്കലും നല്ല ശുദ്ധരൂപത്തിൽ ഇരുമ്പ് കാണില്ല, അപ്പോഴേക്ക് തുരുമ്പ് പിടിക്കില്ലേ. ഓക്കെ, നിത്യജീവിതത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് പക്ഷേ ഇരുമ്പ് തന്നെയാണ്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഇരുമ്പാണ്. ഭൂമിയുടെ ഉൾക്കാമ്പിൽ കൂടുതലായി കാണപ്പെടുന്ന ലോഹവും ഇരുമ്പ് തന്നെയാണ് കേട്ടോ. ഭൂമിയുടെ ഉൾക്കാമ്പിൽ. എന്നാൽ ചന്ദ്രോപരിതലത്തിൽ ധാരാളമായി കാണപ്പെടുന്നത് ടൈറ്റാനിയമാണ്. അതുകൊണ്ടാണ് അതിനെ ഭാവിയുടെ ലോഹം, അത്ഭുത ലോഹം എന്നൊക്കെ വിളിക്കുന്നത്. ഭൂമിയുടെ ഉൾക്കാമ്പിൽ കാണപ്പെടുന്നത് ഇരുമ്പാണ്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഇരുമ്പ് തന്നെയാണ്. നിത്യജീവിതത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നതും ഇരുമ്പാണ്. പക്ഷേ പ്രകൃതിയിൽ ഒരിക്കലും ശുദ്ധ രൂപത്തിൽ എന്ത് കാണാൻ കഴിയില്ല?
ഇരുമ്പിനെ കാണാൻ പറ്റില്ല. കാരണം ജലത്തിൻ്റെയോ ആവിയുടെയോ സമ്പർക്കത്താൽ ഇതിന് രൂപമാറ്റം വരും കേട്ടോ, തുരുമ്പിക്കും. അന്തരീക്ഷ വായുവിലെ ഓക്സിജനും ജലാംശമൊക്കെ ആയിട്ട് തുരുമ്പ് രാസപരമായിട്ടൊരു ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഭാരം കൂടും, അതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാൻ ഇരുമ്പിൻ്റെ മേലെ സിങ്ക് പൂശുന്ന പ്രക്രിയ പറയുന്ന പേരെന്താണ്? അതറിയോ? ഗാൽവനൈസേഷൻ എന്നാണ് കേട്ടോ. ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാൻ ഇരുമ്പിൽ സിങ്ക് പൂശുന്ന പ്രക്രിയയാണ് ഗാൽവനൈസേഷൻ. പണ്ട് നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രാമൊക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ കുട്ടികൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഇപ്പോഴത്തെ ജലസേചന വകുപ്പ് മന്ത്രി ആര്? അപ്പോൾ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ശ്രീ കെ കൃഷ്ണൻകുട്ടി, ശ്രീ വി എസ് സുനിൽകുമാർ, ശ്രീ ഇ പി ജയരാജൻ, ശ്രീ എ കെ ശശിധരൻ എന്നതാണ്. ഇത് 1960/2020 ക്വസ്റ്റ്യൻ പേപ്പർ ആണല്ലോ. അപ്പോൾ ഇപ്പോൾ ഉള്ളത് റോഷി അഗസ്റ്റിൻ ആണ് കേട്ടോ. കേരളത്തിലെ ഇപ്പോഴത്തെ ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ആണ്, അതൊന്ന് ഓർത്തിരിക്കുക. ആൻറ്റിബോഡികൾ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏത്? ഓപ്ഷൻ എ ബി ഗ്രൂപ്പാണ്, ഓപ്ഷൻ ബി എ ബി ഗ്രൂപ്പാണ്, ഓപ്ഷൻ ഒ. ഓപ്ഷൻ സി പറയണത് ഒ ഗ്രൂപ്പാണ്, ഓപ്ഷൻ ഡി എ ഗ്രൂപ്പാണ് കേട്ടോ. ആൻറ്റിബോഡികൾ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? എ ബി ഗ്രൂപ്പാണ് കേട്ടോ. ആൻറ്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ് എ ബി ഗ്രൂപ്പിലാണ് കേട്ടോ. ഓക്കെ, ലോക രക്തദാന ദിനം എന്നാണ്? ജൂൺ 14 ദേശീയ സന്നദ്ധ രക്തദാന ദിനം ഒക്ടോബർ 1. പിന്നെ സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പ് കേട്ടോ. പിന്നെ PSC O പോസിറ്റീവ് എന്നാണ് കൊടുക്കാറ്. ഓക്കെ, PSCയുടെ ഉത്തരം O പോസിറ്റീവാണ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്നത് O ഗ്രൂപ്പാണ് കേട്ടോ. സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത് എ ബി ഗ്രൂപ്പാണ്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് O പോസിറ്റീവാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് O പോസിറ്റീവാണ്. ഏറ്റവും കുറവ് കാണപ്പെടുന്നത് AB നെഗറ്റീവാണ്. പിന്നെ വളരെ കുറച്ച് ആൾക്കാരിൽ മാത്രം കാണപ്പെടുന്നതാണ് ബോംബെ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത്, K0 എന്നൊക്കെ അറിയപ്പെടുന്നത്. ബെൻഡെയാണ് അത് കണ്ടെത്തിയത് കേട്ടോ. ആരാ കണ്ടെത്തിയത്? ബെൻഡെയാണ്. രക്തദാനം ചെയ്യുന്നതിന് 18 വയസ്സ് കംപ്ലീറ്റ് ആയിരിക്കണം കേട്ടോ. 3-4 മാസത്തിലൊരിക്കലാണ് ഇങ്ങനെ രക്തം ദാനം ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ബി രക്തഗ്രൂപ്പമുള്ളവരുടെ രക്തത്തിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റിബോഡിയാണ് ആൻറ്റിബോഡി എ. ആൻറ്റിബോഡി എ ആണ് ബി രക്തഗ്രൂപ്പുള്ളവരുടെ ശരീരത്തിലുണ്ടാവുക. എ ബി രക്തഗ്രൂപ്പുള്ളവരുടെ രക്തത്തിൽ എന്തുണ്ടാവും? ആൻറ്റിജൻ എയും ഉണ്ടാവും, ആൻറ്റിജൻ ബിയും ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പാണ് കേട്ടോ. ഒരു പ്രാവശ്യം നമ്മൾ 300 ml ആണ് കേട്ടോ ബ്ലഡ് ദാനം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ രക്തഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ട് എപ്പോഴും ചോദിക്കാറുള്ള കാര്യമാണ് രക്തഗ്രൂപ്പുകൾ അല്ലെങ്കിൽ RH ഘടകം കണ്ടെത്തിയത് ആരാണെന്ന്. കാൾ ലാൻഡ്സ്റ്റെയ്നറാണ് കണ്ടെത്തിയത്. ആരാണ് കണ്ടെത്തിയത്? കാൾ ലാൻഡ്സ്റ്റെയ്നറാണ്. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് ആരാണ്? വില്യം ഹാർവിയാണ് കേട്ടോ. വില്യം ഹാർവിയാണ് രക്തപര്യന വ്യവസ്ഥ കണ്ടുപിടിച്ചത്. ഓക്കെ, രക്തം കട്ട പിടിക്കാനെടുക്കുന്ന സാധാരണ സമയം എത്രയാണ്? ഏതാണ്? 3 മുതൽ 8 മിനിറ്റ് വരെയാണ് പറയാം കേട്ടോ. 8 മുതൽ 15 മിനിറ്റ് വരെയെന്നും പറയുന്നുണ്ട്. CRT ടെക്സ്റ്റ് ബുക്കിലൊക്കെ അങ്ങനെയാണ്. 8 മുതൽ 15 മിനിറ്റ് വരെ എന്നാണ് നമ്മുടെ സ്റ്റേറ്റ് സിലബസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ധാതു കാൽസ്യമാണ്. ജീവകം K ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബ്രിനോജൻ ആണ് കേട്ടോ. ഫൈബ്രിനോജൻ. അതിനൊരു എൻസൈം വേണം. ആ എൻസൈമിൻ്റെ പേരാണ് ത്രോംബോകെനോസ്. ഓക്കെ, ആരാണ് രക്തബാങ്ക് കണ്ടുപിടിച്ചത്? റിച്ചാർഡ് ഡ്രൂ ആണ് കേട്ടോ. ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ് രക്തബാങ്ക് ഉപജ്ഞാതാവ് എന്ന് പറയാം. അമേരിക്കയിലാണ് കേട്ടോ ആദ്യമായിട്ട് രക്തബാങ്കൊക്കെ സ്ഥാപിച്ചത്. 4 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെ പ്രധാനമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കാം. രാജ്യസഭ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ എ പ്രസിഡന്റ് ആണ്, ഓപ്ഷൻ ബി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്, ഓപ്ഷൻ സി വൈസ് പ്രസിഡന്റ് ആണ്, ഓപ്ഷൻ ഡി ആർക്കുമില്ല. അപ്പോൾ രാജ്യസഭ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കാണ്? ഉത്തരമായിട്ട് വരുന്നത് ആർക്കുമില്ല എന്നാണ് അല്ലേ. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിരിച്ചുവിടാൻ പറ്റുമോ? പിരിച്ചുവിടാൻ പറ്റില്ല കേട്ടോ. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ്, അത് പിരിച്ചുവിടാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ രാജ്യസഭയെ ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ 1952 ഏപ്രിൽ 3 നിലവിൽ വരുന്നത്. എന്നാൽ രാജ്യസഭ നിലവിൽ വരുന്നത് 1952 ഏപ്രിൽ 3 നിലവിൽ വരുന്നു. ഉപരിസഭ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. സെക്കൻഡ് ചാമ്പർ എന്നറിയപ്പെടുന്നു. ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്നറിയപ്പെടുന്നു.
കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്നു. ഇതൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? രാജ്യസഭയാണ് കേട്ടോ. 1952 ഏപ്രിൽ 3 നിലവിൽ വന്നു. എന്താണ്? ഉപരിസഭ എന്നറിയപ്പെടുന്നു, സെക്കൻഡ് ചേംബർ എന്നറിയപ്പെടുന്നു, ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്നറിയപ്പെടുന്നു, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്നു. രാജ്യസഭ എന്നാ ശരിക്കും നിലവിൽ വന്നത്? അത് ഓർത്തു വെക്കണം. 1952 ഏപ്രിൽ 3 കേട്ടോ. എന്തൊക്കെയോ യോഗ്യതകൾ? ഇന്ത്യൻ പൗരനായിരിക്കണം, 30 വയസ്സ് തികഞ്ഞിരിക്കണം എന്നതാണ് രാജ്യസഭ മെമ്പർ ആവാനുള്ള യോഗ്യതയായിട്ട് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആർട്ടിക്കിൾ 80 പ്രകാരം ആകെ അനുവദനീയമായ ആൾക്കാർ എത്രയാണ്? 250 ആയിരുന്നു കേട്ടോ. 250 ആണ്. 238 ആൾക്കാരെ സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുകയും 12 ആളെ കുറച്ച് മേഖലയുണ്ടല്ലോ, കലാ, സാഹിത്യം, സംസ്കാരം, ശാസ്ത്രം, എന്നൊക്കെ രാഷ്ട്രപതി തിരഞ്ഞെടുക്കുമായിരുന്നു. 12 പേരെ നോമിനേറ്റ് ചെയ്ത് വിടുകയാണ് പതിവ് രാജ്യസഭയിലേക്ക് കേട്ടോ. പക്ഷേ ജമ്മു കാശ്മീർ പുനഃസംഘടന 2019 വന്ന ശേഷം അത് 245 ആണ്. ഇപ്പം 245 ആക്കിയിട്ടുണ്ട്. 245 ആൾക്കാരായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 238 + 12 ആയിരുന്നു. ഇപ്പം അത് 245 ആക്കിയിട്ടുണ്ട്. 250 പോയിട്ട് 245 ആക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ പരോക്ഷമായ തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. പരവതാനിയുടെ നിറം ചുവപ്പാണ് കേട്ടോ. ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് രീതി കടമെടുത്തത്. എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ രാജ്യസഭയെ ബന്ധപ്പെട്ട നമ്മുടെ അടിസ്ഥാന വിവരങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2019 ധനശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ഇന്ത്യൻ വംശജനായ വ്യക്തിയാര്? അതായത് 2019 ചോദ്യമാണ്. ഇത് 2020 ക്വസ്റ്റ്യൻ പേപ്പർ ആണല്ലോ. 2019 ധനശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ഇന്ത്യൻ വംശജനായ വ്യക്തിനെയാണ് ചോദിച്ചിട്ടുള്ളത്. അഭിജിത് ബാനർജിയാണ് ഉത്തരം കേട്ടോ. അന്ന് അഭിജിത് ബാനർജിയാണ്. അന്നും അല്ല, ഇന്നും അങ്ങനെ തന്നെയാണ്. 2019 ചോദിച്ചു കഴിഞ്ഞാൽ അഭിജിത് ബാനർജിയാണ്. അമർത്യ സെൻ ഉണ്ട് ഓപ്ഷനിൽ, IG പട്ടേൽ ഉണ്ട്, KN രാജുണ്ട്. ഉത്തരം അഭിജിത് ബാനർജിയാണ്. അപ്പോൾ ഇന്നത്തെ നൊബേൽ സമ്മാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കി വയ്ക്കാം. എല്ലാം ഈ ഒരു ക്ലാസ്സിൽ തന്നെ നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമുക്ക് ഏതെങ്കിലും എളുപ്പമുള്ള കുറച്ചെണ്ണം നമുക്ക് നോക്കിയിട്ട് പോകാം. അപ്പോൾ എന്തായാലും നൊബേൽ എന്തായാലും നിങ്ങൾ നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ സമാധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ ആദ്യം പറയാം. സമാധാനവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. പീസ്, സമാധാനം. ജാപ്പനീസ് സംഘടനയായ നിഹോൺ ഹിഡാൻക്യോ, ആരാണ്? നിഹോൺ ഹിഡാൻക്യോക്കാണ് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത് കേട്ടോ. ആർക്കാണ് കിട്ടിയത്? നിഹോൺ ഹിഡാൻക്യോക്ക്. ആണവായുധരഹിത ലോകം കൈവരിക്കാനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ്. 1956 ഇങ്ങനൊരു സംഘടന നിലവിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവരുടെ ഒരു സംഘടനയാണ്. ഹിബാകുഷ എന്നും അറിയപ്പെടുന്ന സംഘടനയാണ് എന്ത്? ഹിഡാൻക്യോ. നിഹോൺ ഹിഡാൻക്യോ കേട്ടോ. ഹിഡാൻക്യോ ആണ് പീസ് നൊബേൽ സമ്മാനം ലഭിച്ചത്. അപ്പോൾ ഇത് ആരുടെ സംഘടനയാണ്? ഹിരോഷിമയിലും നാഗസാക്കിയിലെയും അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവരുടെ സംഘടനയാണ്. ഹിബാകുഷ എന്നും അറിയപ്പെടുന്നു. ഇമ്പോർട്ടൻ്റ് ആണ് ഈ സമാധാനം, കാരണം ഒന്നല്ലേ ഉള്ളൂ, മറ്റതൊക്കെ ഒരുപാട് 3-4 ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മറക്കരുത്. നിഹോൺ ഹിഡാൻക്യോക്കാണ്. ഓക്കെ, ജപ്പാനാണ് സ്ഥലം. ഹിബാകുഷ എന്നറിയപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നെ സാഹിത്യം ഇമ്പോർട്ടൻ്റ് ആണ്. ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായ ഹാൻ കാങ്ങിനാണ് സാഹിത്യ നൊബേൽ ലഭിച്ചത് കേട്ടോ. ദി വെജിറ്റേറിയൻ എന്ന കൃതിയായിരുന്നു പറയണത്. ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ്. ഈ ഹാൻ കാങ്ങിന് തന്നെ 2016 മാൻ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഈ ദ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞ കൃതിക്ക് കേട്ടോ. ഓക്കെ, അവരെ പ്രധാനപ്പെട്ട ദ വെജിറ്റേറിയൻ എന്ന കൃതിക്കാണ് അന്ന് 2016 മാൻ ബുക്കർ പ്രൈസൊക്കെ നേടിയത്. ദക്ഷിണ കൊറിയക്കാരിയാണെന്ന് ഓർക്കുക. പിന്നെ അങ്ങേരുടെ വേറെയും കുറേ ബുക്കുകളുണ്ട്. മംഗോളിയന്മാർക്ക് ബേബി ബുദ്ധ എന്നൊക്കെ പറഞ്ഞ പുസ്തകങ്ങൾ ഉണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്നും പഠിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം? സാഹിത്യം, ദക്ഷിണ കൊറിയൻ ഹാൻ കാങ്, അത് പഠിക്കണം. ദക്ഷിണ കൊറിയൻ ഹാൻ കാങ്. മാൻ ബുക്കർ പ്രൈസ് നേടിയ കൃതി ദി വെജിറ്റേറിയൻ 2016. അത് ഓർത്തിരുന്നാൽ നല്ലത്. ഓക്കെ, അപ്പോൾ ഒരു നൊബേലും കൂടി നമുക്കൊന്ന് പഠിച്ചിട്ട് പോകാം. ഒരു നൊബേൽ. അപ്പോൾ നമ്മൾ സമാധാനം പഠിച്ചു, സാഹിത്യം പഠിച്ചു, ഇനി ഭൗതിക ശാസ്ത്രം, ഫിസിക്സ് ആണ്. 3 നമ്മളിവിടെ പറയുന്നുള്ളൂ കേട്ടോ. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇനിയും വരും. ഫിസിക്സുമായി ബന്ധപ്പെട്ടത് ഭൗതിക ശാസ്ത്രം കേട്ടോ. ഫിസിക്സുമായി ബന്ധപ്പെട്ടത് ഹോപ്പ് ഫീൽഡ് എന്ന് ആലോചിക്കാം. ഹോപ്പ് ഉണ്ട് എന്ന് ആലോചിക്കുക. ഹോപ്പ് ഫീൽഡ്, ജോൺ ഹോപ്പ് ഫീൽഡ് എന്നാണ് പേര്. അമേരിക്കക്കാരനാണ്. പിന്നെ ഹിൻഡണും ഉണ്ട്. ജെഫ്രി ഹിൻഡൺ എന്ന് ആലോചിക്കുക. ഹോപ്പും ഹിൻഡണയും ആലോചിച്ചാൽ മതി. ആരെയും ആലോചിക്കുക? ഹോപ്പ് ഹിൻഡൺ. ഹോപ്പ് ഹിൻഡൺ നമ്മൾ ടൈപ്പ്ഡ് നോട്ടിൽ നമ്മൾ കൊടുക്കാം കേട്ടോ. അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇതിൽ നമ്മൾ ടൈപ്പ് നോട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഭാഷയൊക്കെ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായി തോന്നാം. നമുക്കൊരു കറണ്ട് അഫയേഴ്സിൻ്റെ സെഷൻ വയ്ക്കുമ്പോൾ നമ്മൾ അതിൽ ടൈപ്പ് ചെയ്ത നോട്ടും കൂടി ഉൾപ്പെടുത്തിയിട്ട് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൂടി മനസ്സിൽ കയറും കേട്ടോ. എന്നാലും ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കേൾക്കുക. ഭൗതിക ശാസ്ത്രം, ഫിസിക്സിൽ നേടിയ വ്യക്തി ഹോപ്പ് ഫീൽഡും ഹിൻഡണുമാണെന്ന്. കൃത്രിമ നാഡീ വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ള മെഷീൻ ലേണിംഗ് അടിത്തറയിടുന്ന ഒരു കണ്ടുപിടുത്തം നടത്തിയാനാണ് അവർക്കിത് ലഭിച്ചത് കേട്ടോ. ഓക്കെ,
അപ്പം 3 ആളെയാണ് നമ്മൾ പറഞ്ഞത്. ഫിസിക്സ് പറഞ്ഞു, സമാധാനം പറഞ്ഞു, സാഹിത്യം പറഞ്ഞു കേട്ടോ. സമാധാനം ഹിഡാൻക്യോ, നിഹോൺ ഹിഡാൻക്യോ. സാഹിത്യം ദക്ഷിണ കൊറിയൻ ഹാൻകാങ്. ഭൗതികശാസ്ത്രം നമ്മൾ പറഞ്ഞത് ജോൺ ഹോപ്ഫീൽഡിനും ഹിൻഡണും. രണ്ടും ഹോപ്പും ഹിന്നുമാണ്. ഹോപ്പും ഹിന്നും അമേരിക്കക്കാരാണ്. ഓക്കെ. കൃത്രിമ നാഡീവ്യവസ്ഥയെ കുറിച്ചുള്ള കണ്ടുപിടുത്തമാണ് നടത്തിയത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല, അത് നമ്മൾ പറഞ്ഞതാണ് കോഴിക്കോട് അല്ലേ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നേരത്തെപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മൾ ഇരുമ്പ് നിക്ഷേപം അല്ല പറഞ്ഞു തോന്നുന്നു, നാളികേരാണോ പറഞ്ഞ്. ഓക്കെ. ഇരുമ്പ് നിക്ഷേപം കൂടിയ ജില്ല കോഴിക്കോട് ജില്ലയാണ് കേട്ടോ. ഓക്കെ, കോഴിക്കോട് ജില്ലയാണ്. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് എന്താണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. അത് ബാങ്കിങ്ങിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അത് വരുമ്പോൾ നമുക്ക് പഠിക്കാം കേട്ടോ. പിന്നെ കേരളം ഏത് റെയിൽവേയുടെ ഭാഗമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദക്ഷിണ റെയിൽവേയുടെ ഭാഗമായിട്ടാണ് കേരളം വരുന്നത്. ഏത് ഭാഗമായിട്ടാണ് കേരളം വരുന്നത്? ദക്ഷിണ റെയിൽവേയുടെ ഭാഗമായിട്ടാണ് കേരളം വരുന്നത്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ അത്യാവശ്യം പോയിന്റുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക്